Data Structure Programming Lab for Complementary Papers. Dear students, today we will discuss about implementation of sparse matrix. Sparse matrix implementation പറയാൻ പോകുന്നത് എന്താണ് sparse matrix നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സിൽ മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ആർ സീറോസ് അല്ലെ. ഇതൊരു 4/5 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ 20 എലമെന്റ്സ് ഉണ്ട്. അതിൽ ആകെ 6 എലമെന്റ്സ് മാത്രമേ വാല്യൂസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം സീറോസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും മെമ്മറി ഇതിന് വേസ്റ്റ് ആണ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാനാണ് ഇതുപോലെ കോളം റോസും വാല്യൂ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു സ്പാർസ് മെട്രിക്സ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു മെട്രിക്സിനെ ഇതുപോലെ ഒരു റോസ് കോളംസ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് മാത്രമല്ല ലൊക്കേഷൻ, ഏതൊക്കെ ലൊക്കേഷനിൽ മാത്രമേ വാല്യൂസ് ഉള്ളൂ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, ഈ ഒരു മെട്രിക്സിനെ മാറ്റി ഇതിൽ നോക്കാം. റോ കോളം വാല്യൂ ഇങ്ങനെയുള്ളത് നോക്കിയേ. 0th റോയില് സെക്കൻഡ് കോളത്തില് 3 എന്നാണ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇത് ഇൻഡെക്സ് വെച്ച വർക്ക് ചെയ്യട്ടോ. 0, 1, 2, 3 ആണ് ഇൻഡെക്സ് വെച്ച റോസ് പറയാം. അതേപോലെ കോളം തന്നെ 0, 1, 2, 3 ആണ് ഇൻഡെക്സ് ഉപയോഗിച്ചാൽ പറയാം. അപ്പൊ 0th റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളം 0 കോളം ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇവിടെ വാല്യൂ 3 ഉണ്ട്. കണ്ടോ, 0th റോയില് സെക്കൻഡ് കോളത്തില് സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് കോളത്തിൽ ഏതായിരിക്കും 3 ആണ് വാല്യൂ ഉള്ളത്. അതുപോലെ നെക്സ്റ്റ് ഈ 4 എന്ന് പറയാ 0th ഇതാണ് 0 എന്നുള്ള ഇൻഡെക്സിലെ റോയിലെ 4th വൺ അല്ലെ, 4th കോളം ഇൻഡെക്സ് 4 ആയി വരുന്ന കോളം ഏതാണോ ആ കോളത്തിൽ 4 എന്ന വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 6ന്റെ കാര്യം പറയാം. 6 ഇത് എത്രാമത്തെ റോ ആണ് വിചാരിക്കുക? 0, 1, 2, 3. അപ്പൊ 3 എന്ന് പറഞ്ഞ റോ കോളം നോക്കിയേ 0, 1, 2 ആണ് ഇത്. അപ്പൊ 2th ഇൻഡെക്സ് വരുന്നത് ഇത്, അതിന്റെ വാല്യൂ എത്രയാ? 6. അങ്ങനെ ഇതിലുള്ള ഈ ഒരു 6 വാല്യൂസും ഇതുപോലെ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ സ്പാർസ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് നോക്കാം. ഹാഷിംഗ് കോഡ് stdio.h ഹാഷിംഗ് കോഡ് conio.h ഇൻഡ് a of 10, 10 b of 10, 3. ഇവിടെ b of 10, 3 എന്ന് പറയുന്നത് എന്നാ? മൂന്ന് സെല്ലുകൾ മതി, കാരണം 3 എണ്ണം മതിയല്ലോ. ഇവിടെ കറക്റ്റ് ആയിട്ട് കോളം 3 എണ്ണം മതി. എന്താ വേണ്ടത്? ഒന്ന് റോസിന് വേണ്ടിയിട്ട്, വേറൊന്ന് കോളത്തിന് വേണ്ടിയിട്ട്, വേറൊന്ന് വാല്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ 3 കോളംസ് മതി ഇവിടെ. റോസ് ഇവിടെ എത്ര റോസ് ഉണ്ടോ അത്ര റോസ് നമുക്ക് അറിയില്ല. എത്ര റോസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും, കാരണം റോസ് നമുക്ക് അറിയാൻ പറ്റില്ല. ഏതൊക്കെ റോസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 10 കൊടുത്തത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, കോളംസ് എന്തായാലും 3 ആയിരിക്കും വരിക, കാരണം റോസ് കോളം ആൻഡ് വാല്യൂ ഇത് രണ്ടേ ഉണ്ടാവുള്ളൂ. നോക്കാം. എൻ്റർ ദ ഓർഡർ ഓഫ് മെട്രിക്സ്. മെട്രിക്സിന്റെ ഓർഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കാം. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് ആയാലും മതി. സ്ക്വയർ മെട്രിക്സിന് യാതൊരു നിർബന്ധമില്ല. ഏത് മെട്രിക്സും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ കഴിയും. അതുപോലെ എൻ്റർ ദ എലമെന്റ്സ്. ആ മെട്രിക്സിലെ എലമെന്റ്സ് മോസ്റ്റ്ലി ആർ സീറോസ് കൂടുതലുള്ളതായിരിക്കണം, എങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ മെട്രിക്സിന് ചെയ്താൽ പോരെ. മെട്രിക്സിന് വളരെ കംപ്ലീറ്റ് വാല്യൂ സീറോസ് ആയതുകൊണ്ട് തന്നെയാണ് 1, 2 വാല്യൂ മാത്രമേ കറക്റ്റ് ഈ ഒരു ന്യൂമറിക് വാല്യൂസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാല്യൂസ് മാത്രം റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു മെട്രിക്സ് ഫോം ചെയ്യുന്നത്, അതാണ് സ്പാർസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് റീഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇത് ഉപയോഗിച്ചാണ് മെട്രിക്സ് റീഡ് ചെയ്യുക. നമുക്കറിയാലോ നോർമൽ മെട്രിക്സ് എങ്ങനെ റീഡ് ചെയ്യാം? എമ്മും എന്നും, അതായത് റോസും കോളംസും ഉപയോഗിച്ച് മെട്രിക്സ് റീഡ് ചെയ്തത്. അപ്പൊ എ എന്ന് പറഞ്ഞ ഈ ഒരു അറയിൽ എന്തുണ്ട്? ഡബിൾ ഡയമെൻഷണൽ അറയിൽ മെട്രിക്സ് ഓൾറെഡി ഉണ്ട്. ദെൻ ദ ഗിവൺ മെട്രിക്സ് ആർ, കറന്റ് റൺ ചെയ്ത മെട്രിക്സ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റീഡ് ചെയ്ത മെട്രിക്സ് ജസ്റ്റ് ഒന്ന് മെട്രിക്സ് രൂപ ഫോമിൽ നമുക്ക് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത കോഡാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്നത് ഇത് ഈ ഒരു കോഡ് നോക്കിയേ. എം ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ്. അതായത് എം എന്നുള്ളത് റോന് വേണ്ടിയിട്ട്, എൻ ഉള്ളത് കോളമിന് വേണ്ടിയിട്ട്. ദെൻ എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ അത് 0, 0 0, 1 2, 0 2, 3 ഏതെങ്കിലും ലൊക്കേഷനിൽ 0 ഉണ്ടോ എന്ന് നോക്കുക. 0 ഇല്ലാത്ത കേസ് മാത്രം നമ്മൾ ഇവിടെ പിക്ക് ചെയ്താൽ മതി. 0 ആണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. 0 ഇല്ലാത്ത പോർഷൻ വരുന്നത് നമുക്കത് വാല്യൂ ഉണ്ട് അവിടെ. അതുകൊണ്ട് ആ വാല്യൂ നമുക്ക് പിക്ക് ചെയ്യാം. ബി ഓഫ് എസ് ഓഫ് 0 ആ ഒരു ലൊക്കേഷനിൽ ആ വാല്യൂ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എസ് ഓഫ് 0, എസ് ഓഫ് 1, എസ് ഓഫ് 2 ഇതാണ് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? എസ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക, എസ് പ്ലസ് പ്ലസ്. എന്നിട്ട് വീണ്ടും ഇത് ചെക്ക് ചെയ്ത് നോക്കും. ഈ ഒരു എൻ വാല്യൂ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ഓരോ വാല്യൂസും ചെക്ക് ചെയ്യും. 0 ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. 0 ഇല്ലാതെ വരുന്ന കണ്ടന്റിൽ മാത്രമാണ് ഈ ഒരു എക്സിക്യൂഷൻ, ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് കിട്ടിക്കഴിഞ്ഞാൽ 0 ഇല്ലാത്ത വാല്യൂ മാത്രം നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അത് പ്രിന്റ് ചെയ്യിപ്പിക്കണം. പ്രിന്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇക്വേഷൻ നോക്കി, സാധാരണ ഒരു അറേ പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ, മെട്രിക്സ് പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ
ലെസ് ദാൻ എസ്, എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ, അത്രയും വാല്യൂ ആയിരിക്കും അതിന്റെ റോ എന്നാണ് കണ്ടന്റ്. നേരത്തെ നമുക്കറിയാം റോ നമ്മൾ ബി ഓഫ് 10 3 എന്നാ കൊടുത്ത്, കോളം നമുക്ക് എപ്പോഴും അറിയാം 3 ആണ്, അവിടെ കൊടുത്തിട്ടുണ്ട് 3 എന്നാണ്, കോളം 3 വരുള്ളൂ. പക്ഷെ റോ അങ്ങനെയല്ല, റോ എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസിനനുസരിച്ചായിരിക്കും ഈ ഒരു കോളം വരിക. 10 വാല്യൂ ഉണ്ടെങ്കിൽ 10 കോളം 10 റോസ് ഉണ്ടായിരിക്കും. 7 വാല്യൂസ് ആണ് ആ മെട്രിക്സ് ഉള്ളൂ എങ്കിൽ 7 ആയിരിക്കും അതിന്റെ റോ. അതുകൊണ്ടാണ് എസ് കൊടുത്ത് ആ വാല്യൂ വരുന്ന ഭാഗത്ത്. ഓക്കെ, ദെൻ അതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക, ബി ഓഫ് ഐ ജെ പ്രിന്റ് ചെയ്യിപ്പിക്കുക. മെട്രിക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ റോസും കോളംസുള്ള ചേഞ്ച് നോക്കിയാൽ മതി. എസ് എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ടോ അതിന്റെ കൗണ്ട് ആണ് ഇവിടെ എസ് എന്ന് പറയുന്നത്, അതാണ് ആയിരിക്കും അതിന്റെ റോ. കോളം എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്, ഞാനൊരു 3 4 കൊടുത്തു, 3യും അതുപോലെ 4ഉം. അപ്പോൾ ഏകദേശം 12 വാല്യൂസ് നമുക്ക് അതിൽ എൻ്റർ ചെയ്യണം. അതിൽ വാല്യൂസ് 12 വാല്യൂസിൽ ഓൾറെഡി 3 4 വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം 0 ആക്കി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്ത മെട്രിക്സ് നോക്കി 0 0 4 0 0 0 7 0 0 2 0 0. ഓൺലി 3 വാല്യൂസ് മാത്രമേ നമുക്ക് ന്യൂമറിക് വാല്യൂസ് ഉള്ളൂ, 4 7 3 4 7 2. അപ്പൊ ഇവിടെ താഴെ മെട്രിക്സ് ഉണ്ട്, സ്പാർസ് മെട്രിക്സ് ഈസ് ഗിവൺ ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 7 2 ആ 3 വാല്യൂസ് ആണ് ഇവിടെ റോസ് ആയി കാണിക്കുന്നത്, കണ്ടില്ലേ? 4 എന്നുള്ളത് 0 2 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ളത്, 7 എന്നുള്ള വാല്യൂ ഉള്ളത് 1 2 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ളത്, 2 എന്നുള്ള വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിലുള്ള റോ, സെക്കൻഡ് ഇൻഡെക്സ് 2 അതുപോലെ 1 2 1 എന്നാൽ അതല്ല 0യും 1 എന്നാണ് പറയാറുണ്ടല്ലോ, അതാണ് നോക്കുന്നത്. ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യുക, അതുകൊണ്ട് എപ്പോഴും മാറിപ്പോകാൻ ശ്രദ്ധിക്കണം. ഇൻഡെക്സ് വെച്ചിട്ടാണ് ഫസ്റ്റത്തെ വാല്യൂ. 0 0 എന്ന് പറഞ്ഞാൽ മെട്രിക്സിലെ ഫസ്റ്റ് വാല്യൂ കിട്ടുക, 0 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ രൂപത്തിലാണ് ഈ മെട്രിക്സ് വന്നുള്ളത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. മെട്രിക്സിന്റെ ഓർഡർ 2 5. ഓക്കെ, നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്ത് നോക്കാം. 0 0 0 1 0 0 0 0 ഒക്കെ വാല്യൂസ് ഒക്കെ നമുക്ക് ഓരോന്ന് കൊടുക്കാം. 0 0 ഉണ്ടോ, 2 5 മെട്രിക്സ് അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. 3 വാല്യൂസ് ഇതിലുള്ളൂ ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത്, 2 4 8 അല്ലേ, 3 വാല്യൂസ് ഉള്ളൂ, 2 8 ഉം 4ഉം. അതിന്റെ ലൊക്കേഷൻ ഉണ്ടോ, 2ന്റെ ലൊക്കേഷൻ 0 2, 8 ലൊക്കേഷൻ 0 3 ആൻഡ് 4 എന്ന ലൊക്കേഷൻ 1 2. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.